പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ബർക്കത്തും ഉണ്ടാകണം എന്നത്. എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് സമ്പാദിച്ചിട്ടും പലരുടെയും വീടുകളിൽ ഒരു സമാധാനവും ഉണ്ടാകാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ. നമ്മുടെ വീടുകളിൽ നിന്നും അല്ലാഹുവിൻ്റെ ബർക്കത്ത് അല്ലെങ്കിൽ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, വീടുകളിൽ പരസ്പരം ചീത്ത പറയുന്നതും ദേഷ്യപ്പെടുന്നതുമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ എപ്പോഴും വഴക്കും ചീത്തവിളിയും ശാപവാക്കുകളും ഉണ്ടാകുന്ന വീടുകളിൽ റഹ്മത്തിന്റെ, അതായത് കാരുണ്യത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. എവിടെയാണോ സ്നേഹമില്ലാത്തത് അവിടെ നിന്നും അല്ലാഹുവിൻ്റെ ബർക്കത്ത് പതുക്കെ ഇല്ലാതാകും. രണ്ടാമതായി, നന്ദികേട് കാണിക്കുക എന്നതാണ്. അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നല്ലൊരു വീട്, കഴിക്കാൻ ഭക്ഷണം, ധരിക്കാൻ വസ്ത്രം. എന്നാൽ ഇതിലൊന്നും തൃപ്തിപ്പെടാതെ എപ്പോഴും പരാതികൾ മാത്രം പറയുന്ന സ്വഭാവം. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന വീടുകളിൽ നിന്നും ബർക്കത്ത് അല്ലാഹു ഉയർത്തിക്കളയും. അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരാം എന്നാണ്. മൂന്നാമതായി, കുടുംബ ബന്ധങ്ങൾ മുറിച്ചുകളയുക എന്നതാണ്. സ്വന്തം രക്തബന്ധമുള്ളവരോട്, അയൽവാസികളോട് ചെറിയ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം മിണ്ടാതിരിക്കുകയും പിണങ്ങി നിൽക്കുകയും ചെയ്യുന്നവരുടെ വീടുകളിൽ ഒരിക്കലും ബർക്കത്ത് ഉണ്ടാവില്ല. കുടുംബബന്ധം ചേർക്കുന്നവന്റെ ആയുസ്സിലും സമ്പത്തിലും ബർക്കത്ത് നൽകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ സമാധാനവും ബർക്കത്തും തിരികെ വരണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ ഈ സ്വഭാവങ്ങളാണ്. പരസ്പരം സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ലഭിച്ച ജീവിതത്തിന് അല്ലാഹുവിനോട് എപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നന്ദി കാണിക്കാനും നമ്മൾ തയ്യാറാകണം. അല്ലാഹു നമ്മുടെ വീടുകളിലൊക്കെയും സന്തോഷവും സമാധാനവും വലിയ ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവന്റെ കാരുണ്യം നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. ആമീൻ.